Hi guys, welcome to VLearn Study Platform Fast News GS Paper 2 Polity related article ആണ് No Immunity for Acts of Vandalism Supreme Court. സോ ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്രോപ്പർട്ടി, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട്സ് ഓഫ് വാൻഡലിസം, തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്ട്സ് ഓഫ് വാൻഡലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ നിയമങ്ങൾ. സോ ഈ ഒരു വാൻഡലിസം എന്ന ടേം കൊണ്ടുള്ള മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ ഉണ്ടെങ്കിൽ അത് ഡാമേജ് ചെയ്യുന്ന ആ ഒരു ആക്ടിനെ വിളിക്കുന്ന പേരാണ് ആക്ട്സ് ഓഫ് വാൻഡലിസം എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ വരാനുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2015 ബഡ്ജറ്റ് സ്പീച്ചിൽ LDF ലീഡേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അസംബ്ലി ഫ്ലോറിൽ വെച്ചിട്ട് പബ്ലിക് പ്രോപ്പർട്ടീസ് ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വയലൻസ് ക്രിയേറ്റ് ചെയ്തു. സോ ഇങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടി ആണെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും ഇങ്ങനെ ഡാമേജ് ചെയ്യുന്ന ആക്ടിനെയാണ് നമ്മൾ ആക്ട് ഓഫ് വാൻഡലിസം എന്ന് പറയുന്നത്. സോ ഈ ഒരു ലീഡേഴ്സിനെതിരായിട്ട് ആക്ട് ഓഫ് വാൻഡലിസം എന്ന് പറയുന്ന ആരോപണമുണ്ടായി. സോ ഉറപ്പായിട്ടും ലീഗൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യും. കോർട്ട് ഇവർക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ നടത്തുന്നത് വിഡ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് എല്ലാം തന്നെ കോർട്ട് എന്ത് ചെയ്തു? റെഫ്യൂസ് ചെയ്തു. കോർട്ട് എന്ത് ചെയ്തു? ലീഗൽ പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്തു. സുപ്രീം കോർട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ഉണ്ടല്ലേ. സോ ഈ ഒരു റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ഉണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഫ്രീഡം യൂസ് ചെയ്തുകൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും അസംബ്ലി ഫ്ലോസിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ ചെയ്യാൻ പാടില്ല എന്ന് കോർട്ട് എടുത്തു പറയുന്നുണ്ട്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉപയോഗിച്ചുകൊണ്ട് ആക്ട് ഓഫ് വാൻഡലിസം കൊണ്ടുപോകാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ സുപ്രീം കോർട്ട് ഈ ഒരു ആക്ട് ഓഫ് വാൻഡലിസത്തിൻ്റെ പ്രൊസീഡിങ്സ് ഓഫ് അസംബ്ലി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. സോ ഇങ്ങനൊരു ആക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് പ്രോസിക്യൂഷനിൽ നിന്ന് ഒരു ഇമ്മ്യൂണിറ്റിയും ലഭിക്കില്ല എന്നും കോർട്ട് എടുത്തു പറഞ്ഞു. സോ ഈ ഒരു ആക്ട് ഓഫ് വാൻഡലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്കാണ് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് 1984. സോ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ഒരു പേഴ്സൺ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. സോ അത്തരത്തിൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 5 വർഷം ജയിൽ ടേമും ഫൈനും ലഭിക്കുന്നതാണ്. സോ ഈ ഒരു ആക്ടിൽ പബ്ലിക് പ്രോപ്പർട്ടി എന്ന ടേം പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പബ്ലിക് പ്രോപ്പർട്ടീസ് ഏതാണെന്നും ഈ ആക്ടിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റാളേഷൻ ആവാം. ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി, അതായത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പം സപ്ലൈ ഓഫ് വാട്ടറോ ലൈറ്റോ പവറോ ആയിരിക്കാം, എനർജി ആയിരിക്കാം, ഓയിൽ ഇൻസ്റ്റാളേഷൻ ഉണ്ട്, മൈൻസ് ഉണ്ട്, ഫാക്ടറീസ് ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടുന്ന ഫെസിലിറ്റീസ് കൊടുക്കുന്ന വെഹിക്കിൾസ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം തന്നെ പബ്ലിക് പ്രോപ്പർട്ടിയുടെ കാറ്റഗറിയിൽ വരും. സോ ഈ ഒരു ആക്ടിലെ എല്ലാ പ്രൊവിഷൻസും ഇന്ത്യൻ പീനൽ കോഡിലുള്ള പ്രൊവിഷൻസുമായിട്ട് കപ്പിൾ ചെയ്തേക്കുന്ന ആക്റ്റാണ്. 2007 സുപ്രീം കോർട്ട് ഈ ഒരു ആക്ട് ഓഫ് വാൻഡലിസത്തിനെ സുവോ മോട്ടോ കൊഗ്നൻസ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തത്. സുവോ മോട്ടോ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് സാധാരണ ഡയറക്ഷൻസ് ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും പാർട്ടീസ് അതിൽ ഇൻവോൾവ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ വരുമ്പോഴാണ് അല്ലേ. പക്ഷേ ഇത്തരത്തിൽ പാർട്ടീസ് ഇൻവോൾവ് ചെയ്യാതെയും ഒരു പെറ്റീഷൻ വരാതെ തന്നെയും സുപ്രീം കോർട്ട് ഡയറക്ഷൻസ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഇഷ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. സോ ഇത്തരത്തിൽ ഒരു പാർട്ടീസും ഇൻവോൾവ് ചെയ്യാതെ സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സുവോ മോട്ടോ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2007 ഇത്തരത്തിൽ ഈ ഒരു ആക്ട് ഓഫ് വാൻഡലിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 2 കമ്മിറ്റീസ് സെറ്റപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ നിയമത്തിലുള്ള പ്രൊവിഷൻസിന് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ടും ആ നിയമത്തിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാനുള്ള റെക്കമെൻഡേഷന് വേണ്ടിയായിരുന്നു ഈ പുതിയ കമ്മിറ്റീസ് രൂപീകരിച്ചത്. സോ ഫസ്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമർ എപ്പെക്സ് കോർട്ട് ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് KT തോമസ് ആണ്. സോ ഈ ഒരു കമ്മിറ്റിയിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അതിപ്പം പാർലമെൻറ്റ് പ്രൊസീഡിങ്സ് ആണെങ്കിലും ബഡ്ജറ്റ് സ്പീച്ച് ആണെങ്കിലും ഏത് മീറ്റിംഗ് ആണെങ്കിലും അവിടെ എന്താണ് വയലൻസ് ഉണ്ടാവാറുണ്ടല്ലേ. ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ്ഡ് ആവുകയാണെങ്കിൽ, അത് ഡാമേജ്ഡ് ആക്കി എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ വ്യക്തികൾ പ്രതികളാണ്.
ഈ പ്രതികൾക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ ആവശ്യമാണെന്നാണ് തോമസ് കമ്മിറ്റി സജസ്റ്റ് ചെയ്തത്. സോ ഈ ഒരു പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡയറക്റ്റ് ആക്ഷനിൽ ഈ പ്രതികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും തോമസ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ഈ ഒരു തോമസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കോർട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഭേദഗതി വഴി നിയമത്തിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. സോ ഒരു വ്യക്തി പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അനുമാനിക്കാനുള്ള അധികാരം കോടതിക്ക് നിയമപ്രകാരം നൽകി. സോ ഈ കോടതിക്ക് കൊടുത്ത അധികാരത്തെ അമെൻമെൻറ്റ് വഴി ഈ നിയമത്തിലേക്ക്, അതായത് പബ്ലിക് പ്രോപ്പർട്ടി ആക്ടിലേക്ക് ആഡ് ചെയ്തു. ഒപ്പം തന്നെ ഈ ഒരു പ്രതിക്ക് ഈ ഒരു കോടതിയുടെ അനുമാനത്തെ തള്ളിപ്പറയാനുള്ള ഒരു വേദിയും കൂടി തുറന്നു കൊടുത്തു. സോ ഈ ഒരു വ്യക്തി പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരം കോടതിക്ക് കൊടുത്തു. ഒപ്പം തന്നെ പ്രതിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ആ ഒരു പ്രൊവിഷനും കൂടി നിയമത്തിൽ ആഡ് ചെയ്തു. സെക്കൻഡ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരിമാൻ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ഹെഡ് ചെയ്തേക്കുന്നത് സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫലി നരിമാനാണ്. സോ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. സോ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും സുപ്രീം കോർട്ട് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ സുപ്രീം കോർട്ട് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സുവോ മോട്ടോ ആക്ഷൻ വഴി ഹൈക്കോർട്ടിലേക്ക് ഡയറക്ഷൻസ് ഓർഡർ ചെയ്തു. എന്ത് ഡയറക്ഷനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോർട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഡാമേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടുന്ന മെഷീനറി സെറ്റപ്പ് ചെയ്യണം. ഒപ്പം തന്നെ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ നടത്തുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണോ അവർ തരേണ്ട നഷ്ടപരിഹാരം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുകയും വേണം. സോ ഒരു റീജിയനിൽ മാസ്സായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ആ ഒരു പബ്ലിക് പ്രോപ്പർട്ടിക്കോ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കോ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്കെതിരായിട്ട് ലീഗൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഒപ്പം തന്നെ അതിന് വേണ്ടുന്ന കമ്പൻസേഷൻ കളക്ട് ചെയ്യുകയും വേണം. എന്നാൽ സുപ്രീം കോർട്ട് ഇത്രയും ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാനേ സാധിച്ചിട്ടുള്ളൂ. കാരണം ചില പ്രൊട്ടസ്റ്റുകളെല്ലാം നടക്കുന്നത് ലീഡേഴ്സിൻ്റെ അഭാവത്തോടു കൂടിയാണ്. സോ ലീഡേഴ്സ് ഇല്ലാത്തപ്പം ഈ വ്യക്തികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടി എന്ന് വെച്ചിട്ട് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ ഉള്ളൊരു ഇഷ്യൂ ആണെങ്കിലും ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, പ്രൊട്ടസ്റ്റുകൾ നടത്താറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു റീജിയണൽ പാർട്ടീസ് നടത്തുന്ന പ്രൊട്ടസ്റ്റിൽ നിന്ന് ഈ വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ആ പേഴ്സണാണ് ഈ ഒരു പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്തത് എന്നത് തെളിയിക്കാനുള്ള രീതി കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ തെളിയിക്കാൻ പറ്റാതെ വരുമ്പോഴേക്കും പിന്നീട് നമുക്ക് ആ ഒരു വ്യക്തി കോമ്പൻസേഷൻ തരണം എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തം ആ വ്യക്തിയിലേക്ക് ചുമത്താൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ഇത്രയും ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റേ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഡെമോക്രാറ്റിക് വാല്യൂസ് ബൈൻഡ് ഇന്ത്യ US സെയ്സ് ബ്ലിങ്കൻ. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു ഇന്ത്യയും US ഇടയിലുള്ള ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഡെമോക്രാറ്റിക് വാല്യൂസിൻ്റെയും ഫ്രീ സിറ്റിസണറീസിൻ്റെയും ആ ഒരു ബോണ്ടിങ് കൊണ്ടാണെന്നാണ് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞത്. സോ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിൽ മെയിനായിട്ട് രണ്ട് രാജ്യങ്ങളും ഡിസ്കസ് ചെയ്തത് കോപ്പറേഷനെ പറ്റിയാണ്. സോ കോപ്പറേഷൻ എന്ന് പറയുമ്പം അഫ്ഗാനിസ്ഥാൻ കോൺഫ്ലിക്റ്റിലാണെങ്കിലും ഈ ഒരു COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള കൗണ്ടറിങ് മെത്തേഡ്സിലാണെങ്കിലും ഒപ്പം തന്നെ കോഡ് ഗ്രൂപ്പിംഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയിലാണെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കിടയിലൊരു കോപ്പറേഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനായിരുന്നു നടന്നിരുന്നത്. സോ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പാരിസൺ പറയുകയാണെങ്കിൽ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഡെമോക്രസിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് ഡെമോക്രസിയാണ് US. സോ ഡെമോക്രസി വരുമ്പം ഫസ്റ്റ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ രണ്ട് മേജർ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഗ്രസ് പറയാം, BJP പറയാം. ഒപ്പം തന്നെ എല്ലാ സ്റ്റേറ്റിലും റീജിയണൽ പാർട്ടീസ് ഉണ്ട് ഇല്ലേ. സോ ഇവിടെ മൾട്ടിപ്പിൾ ഡൈവേഴ്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഉള്ളത്. എന്നാൽ US പോകുമ്പോൾ അവിടെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസേ ഉള്ളൂ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. രണ്ട് രാജ്യങ്ങളുടെയും ഹെഡ് ഓഫ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പം നമുക്ക് രണ്ട് ഹെഡാണുള്ളത്. എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് പ്രൈം മിനിസ്റ്ററും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ട് പ്രസിഡൻറ്റുമുണ്ട്.
എന്നാൽ യു എസിലേക്ക് പോകുമ്പം ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആണ്. ഇനി എലക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യും? വോട്ട് ചെയ്യും അല്ലേ? സോ നമ്മൾ വോട്ട് ചെയ്ത് ഓരോ ലോകസഭയിലും അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ലോകസഭയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഏത് പാർട്ടിയാണോ കൂടുതൽ വോട്ട് അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് ലോകസഭയിൽ നേടുന്നത് ആ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ടുള്ള പ്രസിഡന്റ് എന്ത് ചെയ്യും? മെജോറിറ്റി സീറ്റ് ലഭിച്ച പാർട്ടിയോട് ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യും. സോ ഈ ഒരു മെജോറിറ്റി സീറ്റ് കിട്ടിയിട്ടുള്ള ആ പാർട്ടിയിലെ മെയിൻ ലീഡർ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുന്നത്. യു എസിലേക്ക് പോകുമ്പം യു എസിലെ സിറ്റിസൺസ് എന്ത് ചെയ്യും? ഓരോ സ്റ്റേറ്റിൽ നിന്നും ആ ഒരു സിറ്റിസൺസ് എന്ത് ചെയ്യും? വോട്ട് കാസ്റ്റ് ചെയ്യും. സോ ഓരോ സ്റ്റേറ്റിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്നിട്ടാണ് ഒരു ഇലക്ടറൽ കോളേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇലക്ടറൽ കോളേജാണ് പിന്നീട് വോട്ട് കാസ്റ്റ് ചെയ്തിട്ട് പ്രസിഡന്റ് ആരാവണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇന്ത്യയിലൊരു ഗവൺമെൻറ്റിൻ്റെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാണ്. യു എസിലെ ഗവൺമെൻറ്റിൻ്റെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷമാണ്. സോ ഇപ്പം യു എസിലും ഇന്ത്യയിലും ഒരു ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഗവൺമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് 5 വർഷം ടേം ഉണ്ട് ഇല്ലേ ഇന്ത്യയിൽ. സോ ലോകസഭയിൽ അവർക്കൊരു മെജോറിറ്റി ഉണ്ടായിരിക്കണം. ഈ മെജോറിറ്റി പ്രൂവ് ചെയ്യുന്ന കാലത്തോളം ഈ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഭരണം തുടരാൻ പറ്റും. ഇനി നോ കോൺഫിഡൻസ് മോഷൻ അഥവാ അവിടെ ലോകസഭയിൽ ആ ഒരു ഗവൺമെൻറ്റിന് മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഗവൺമെൻറ്റിന് പിന്നീട് ഭരണം തുടരാൻ പറ്റില്ല. അതായത് ഗവൺമെൻറ് വീഴും. അങ്ങനെ ഗവൺമെൻറ് പെട്ടെന്ന് വീഴുകയാണെങ്കിൽ പിന്നീട് മിഡ് ടേം എലക്ഷൻ ആയിരിക്കും ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുക. സോ ഇന്ത്യയിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. സോ ആ ഒരു പാർലമെൻറ്റിൽ ആ ഗവൺമെൻറ് എത്ര കാലം മെജോറിറ്റി പ്രൂവ് ചെയ്യുന്നോ അത്രയും കാലം ആ ഗവൺമെൻറ്റിന് ഭരണം തുടരാം. സോ ഇത്തരത്തിലുള്ള ആ ഒരു ഫോമിനെ നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. യു എസിൻ്റെ ഹെഡിനെ പറ്റി പറയുമ്പം പ്രസിഡന്റ് എന്താണ്? അവിടുത്തെ ആ ഒരു പാർട്ടിയുടെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഭരണം തുടരുന്നത്. അതായത് ഇപ്പോൾ പാർട്ടിക്ക് മെജോറിറ്റി ഇല്ലെങ്കിലും പ്രസിഡന്റിന് ഭരണം തുടരാം. സോ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് അല്ലാതെ എന്താണ് ഒരിക്കലും അവിടുത്തെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രസിഡന്റ് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലീഗൽ പ്രൊസീഡിംഗ് വഴി അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് വഴി പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ആ പാർട്ടിക്ക് അവിടെ സ്ട്രെങ്ത് ഇല്ല, മെജോറിറ്റി ഇല്ല എന്ന കാരണം കൊണ്ട് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ പ്രസിഡന്റിന് പാർട്ടിയുടെ സ്ട്രെങ്തുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സോ യു എസിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഫോം ചെയ്തേക്കുന്നത്. ഇനി ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററിനെ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രൈം മിനിസ്റ്റർ അവരുടെ പാർട്ടിയിൽ നിന്ന് ക്യാബിനറ്റ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഇനി കൂട്ടുമന്ത്രിസഭയാണെങ്കിൽ അതായത് ഒന്നിൽ കൂടുതൽ പാർട്ടീസ് ചേർന്നിട്ടുള്ള മന്ത്രിസഭയാണെങ്കിൽ 2 പാർട്ടീസിൽ നിന്നുള്ള മെമ്പേഴ്സിനെ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്യാബിനറ്റ് മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. എന്നാൽ യു എസിലേക്ക് വരുമ്പം ഇവിടുത്തെ പ്രസിഡന്റിന് ഇങ്ങനെ ക്യാബിനറ്റ് മെമ്പേഴ്സിനെ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു എസിൽ പ്രസിഡന്റിന് ക്യാബിനറ്റ് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ ഈ ഒരു പ്രസിഡന്റ് എന്ത് ചെയ്യും? ക്യാബിനറ്റ് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ സെനറ്റിലേക്ക് കൊടുക്കും. സെനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസിലെ അപ്പർ ഹൗസ് ആണ്. സോ ഈ ഒരു യു എസിലെ സെനറ്റിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഈ ക്യാബിനറ്റ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർക്കേണ്ട കാര്യം യു എസിലെ പാർലമെൻറ്റിനെ നമ്മൾ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു പ്രസിഡന്റ് ഈ കോൺഗ്രസ്സിലുള്ള മെമ്പേഴ്സിനെ തന്നെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള പ്രൊവിഷൻ ഇല്ല. പ്രസിഡന്റിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടിനെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇനി ലെജിസ്ലേറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ പാർലമെൻ്റ് ഉണ്ട്. യു എസിൽ പാർലമെൻറ്റിനെ പറയുന്ന പേര് കോൺഗ്രസ് എന്നാണ്. സോ ഇന്ത്യയിലെ പാർലമെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ ആണുള്ളത്. സോ ഇന്ത്യയിലെ പാർലമെൻറ്റിൽ പ്രസിഡന്റ് ഉണ്ട്, ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. യു എസിലെ കോൺഗ്രസ്സിലേക്ക് പോവുകയാണെങ്കിൽ അപ്പർ ഹൗസായിട്ട് സെനറ്റും ലോവർ ഹൗസായിട്ട് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ആണ് ഉള്ളത്. ഇന്ത്യയിൽ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ബോഡിയുമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടൊരു സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല. എന്നാൽ യു എസിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി ഈ 3 ബോഡിയിലും ക്ലിയർ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറലിസം ആണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. നമുക്ക് ഒറ്റയൊരു കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. നമുക്ക് ഓരോ സ്റ്റേറ്റിലും എന്താണ് ഫെഡറൽ സ്ട്രക്ചറായിട്ടാണ്, അതായത് സെൻട്രും സ്റ്റേറ്റും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്?
രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പറേറ്റീവ് ഫെഡറൽ സ്ട്രക്ചറാണ് ഉള്ളത്. എന്നാൽ യൂണിറ്ററി ബയാസ്ഡുമാണ്. അതായത് സ്റ്റേറ്റുകളുണ്ട്, പക്ഷെ നമുക്ക് ഒറ്റയൊരു കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. നമ്മുടെ ആ ഒരു സ്ട്രക്ചർ പ്യുവർ ഫെഡറൽ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുറച്ചും കൂടി പവർ സെൻറ്ററിനുള്ളത് കൊണ്ട് തന്നെ പ്യുവർ ആയിട്ടുള്ളൊരു ഫെഡറൽ സ്ട്രക്ചർ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പ്യുവർ ആയിട്ടുള്ളൊരു യൂണിറ്ററി ബേസിസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം സ്റ്റേറ്റിന് അതിൻ്റേതായിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്കും കാര്യങ്ങളും കൊണ്ടുവരാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. സോ നമുക്ക് പ്യുവർലി ഫെഡറലുമല്ല, പ്യുവർലി യൂണിറ്ററിയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസി ഫെഡറൽ സ്ട്രക്ചറാണ്. എന്നാൽ യു എസിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിലേക്ക് പോകുമ്പം അവിടെയും ഫെഡറൽ സിസ്റ്റം ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ സ്റ്റേറ്റുകളുടെ ഗവൺമെൻറ്റ്സും പിന്നീട് അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് കൂടി ഒരുമിച്ചാണ് പവർ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. സോ ഇന്ത്യയിലും ഇതുപോലെ സെൻട്രലും സ്റ്റേറ്റിനും ഇടയിൽ പവർ ഷെയറിംഗ് ഉണ്ട്. പക്ഷേ എന്താണ്, കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ യു എസിലേക്ക് വരുമ്പോൾ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതാണ് യു എസും ഇന്ത്യയും ഇടയിലുള്ള ഡെമോക്രസിക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ചൈന ഫോറിൻ മിനിസ്റ്റർ ഹോസ് താലിബാൻ കോൾസ് ദം പിവറ്റൽ ഫോഴ്സ്. ഈ പിവറ്റൽ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൂഷ്യൽ എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അഫ്ഗാനിസ്ഥാൻ പീസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. അതായത് ചൈനയും താലിബാനും നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ഒരു നെഗോസിയേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US ട്രൂപ്പ് വിഡ്രോ ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഫലമായിട്ട് അവിടെ താലിബാൻ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. സോ ഈ ഒരു താലിബാൻ എക്സ്പാൻഷൻ വരുമ്പം നമുക്കറിയാം നെയ്ബറിങ് കൺട്രീസിനും അതൊരു ഭീഷണിയാണ്. സോ ചൈനയും ഒരു നെയ്ബറിങ് കൺട്രിയാണ്. ചൈനയുടെ ഷിങ്ഷിയാൻ പ്രൊവിൻസ് ഉണ്ടല്ലോ, ഈ പ്രൊവിൻസിലുള്ള ആ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഉയ്ഗൂർ മുസ്ലിംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഉയ്ഗൂർ മുസ്ലിംസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ഇതിനെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിലുള്ള റാഡിക്കൽ ഫോഴ്സ് ചൈനീസ് ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്തേക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ടെൻഷനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഉയ്ഗൂർ മുസ്ലിംസ് ആണല്ലേ, ഇസ്ലാമിക് ആണ്. അതുകൊണ്ട് തന്നെ താലിബാൻ്റെ അജണ്ടയും ഇസ്ലാമിക് ആയതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റാഡിക്കൽ ഫോഴ്സുകൾ അഫ്ഗാനിസ്ഥാൻ സോയിൽ ക്രിയേറ്റ് ചെയ്തേക്കാമെന്ന് ചൈന ഭയക്കുന്നു. സോ അതുകൊണ്ടാണ് താലിബാനുമായിട്ട് ചൈന എന്ത് ചെയ്തത്, നെഗോസിയേഷനിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ചൈന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താലിബാൻ എന്ത് ചെയ്യാൻ പാടില്ല, അഫ്ഗാനിസ്ഥാൻ സോയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിനെയും ചൈനയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് നെഗോസിയേഷൻ മുന്നോട്ട് പോയത്. റീസെൻ്റ്ലി ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു പീസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് ജോയിൻറ്റ് ആക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ചൈന പാകിസ്ഥാനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയെ ബാലൻസ് ചെയ്യാനുള്ളൊരു വെപ്പൺ കൂടിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോൾ സ്റ്റാർ മാത്രമാണ്. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ സൗത്ത് ഏഷ്യ പോളിസിക്ക് വേണ്ടുന്ന മേജർ ഘടകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയ്ക്ക് പാകിസ്ഥാന് വഴിയേ അഫ്ഗാനിസ്ഥാനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ അഫ്ഗാനിസ്ഥാനിലൂടെ മിഡിൽ ഈസ്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ചൈനയുടെ സൗത്ത് ഏഷ്യ പോളിസിയിൽ പാകിസ്ഥാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഈ ഒരു ജോയിൻ്റ് ആക്ഷൻസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്കറിയാം താലിബാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും തോറും അവിടുത്തുള്ള അഫ്ഗാനീസ് അല്ലെങ്കിൽ സിവിലിയൻസിന് എന്താവും, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഈ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് പിന്നീട് സിവിൽ വാർ ഉണ്ടാവുന്നത്. സോ ഈ ഒരു സിവിൽ വാറിനെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഒപ്പം തന്നെ എന്താണ്, ഇൻട്രാ അഫ്ഗാനിസ്ഥാൻ നെഗോസിയേഷൻ പ്രൊമോട്ട് ചെയ്യണം. അതായത് എന്താണ്, ഇൻക്ലൂസീവായിട്ടൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അവിടുത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിനെയും താലിബാനെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം. ഇതാണ് അവരുടെ സെക്കൻഡ് അജണ്ട എന്ന് പറയുന്നത്. തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ടെററിസ്റ്റ് ഫോഴ്സുകളെ എല്ലാം തന്നെ എന്ത് ചെയ്യണം, ആ ഒരു റീജിയനിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. അതായത് ഇവിടെ ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്ലിയർ ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ലാസ്റ്റ് വണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാന് നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ നെയ്ബറിങ് കൺട്രീസിനും ഇടയിലൊരു കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യണം. സോ ഇതാണ് ചൈനയും പാകിസ്ഥാനും റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ജോയിൻ്റ് ആക്ഷൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, വിറുലൻസ് ആൻഡ് വേരിയൻസ്. ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ
IMFിൻ്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഫോർകാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഫോർകാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 12.5% ഈ ഒരു IMF റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഫൈനാൻഷ്യൽ ഇയർ 2021-22 എത്തുമ്പോഴേക്കും നമ്മുടെ GDP ഫോർകാസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് 9.5% എന്നാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിലീസ് ചെയ്ത ആ ഒരു ഇൻഡിക്കേറ്ററിൽ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, പാൻഡമിക് വന്നതോടുകൂടി എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കുറഞ്ഞിരുന്നു അല്ലേ. സോ ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ IMF പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിയുടെ റിക്കവറി വളരെ സ്ലോ ആയിരിക്കുമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ വാക്സിനേഷൻ വെറും 14% ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പോപ്പുലേഷനും എന്താണ് ഈ ഒരു കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ടിട്ട് വരാനുള്ള സാധ്യതയുള്ള പോപ്പുലേഷനാണ്. ഒപ്പം തന്നെ ഓരോ വേരിയൻറ്റ് മ്യൂട്ടേഷൻസും എല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വേരിയൻറ്റ്സ് വരുന്നതോട് കൂടി ഈ പോപ്പുലേഷന് വീണ്ടും ഈ ഒരു വൈറസ് വരാനുള്ള ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു വൈറസ് ചാൻസ് കൂടുകയും ഒപ്പം തന്നെ വാക്സിനേഷൻ ഡ്രൈവ് സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യുമ്പം എക്കണോമിക് റിക്കവറിയെ അത് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ IMF പറയുന്നത് ഇന്ത്യൻ എക്കണോമിയുടെ റിക്കവറി വളരെ സ്ലോ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് IMF എന്ത് ചെയ്തത്, നമ്മുടെ GDP ഫോർകാസ്റ്റ് കട്ട് ചെയ്തത്. ഒപ്പം തന്നെ ഫിസ്ക്കൽ ഇയർ 2022-23 ഇന്ത്യയുടെ ആ ഒരു GDP ഫോർകാസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 8.5% ആണ്. മറ്റ് ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇയറിൽ നമ്മുടെ ആ ഒരു GDP ഫോർകാസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. RBIയുടെ ഫോർകാസ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ 10.5% എന്നാൽ കറണ്ട് ഇയറിലേക്ക് വരുമ്പം അത് കട്ട് ചെയ്തിട്ട് 9.5% RBI ഡിക്ലെയർ ചെയ്തത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 11% നമ്മുടെ GDP ഗ്രോത്ത് പറഞ്ഞിരുന്നത്. ഈ വർഷം 1% കട്ട് ചെയ്തിട്ട് 10% റിലീസ് ചെയ്തത്. വേൾഡ് ബാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ഇയർ 2022 നമ്മുടെ GDP ഗ്രോത്ത് 8.3% പറയുന്നത്. സ്റ്റാൻഡേർഡ് ആൻഡ് പുവറിൻ്റെ ആ ഒരു ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ 2021-22 ടൈമിൽ നമ്മുടെ GDP 9.5%, 2022-23 ടൈമിൽ നമ്മുടെ GDP ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.8% ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഇനി ഗ്ലോബൽ എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം പാൻഡമിക് വന്നതോടുകൂടി എല്ലാ എക്കണോമിയും തകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ എക്കണോമിക്കും ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റഡി ആയിട്ടൊരു റിക്കവറി ഒരു എക്കണോമിക്കും ഉണ്ടാവില്ല. IMFിൻ്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ എക്കണോമിയിലെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 2021 GDPയുടെ 6%, 2022 4.9% എക്സ്പെക്റ്റ് ചെയ്യുന്നത്. IMFിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം വേൾഡിലുള്ള എല്ലാ അഡ്വാൻസ്ഡ് എക്കണോമീസിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകം 2.8% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആനുവലി ഓരോ എക്കണോമിയുടെയും എസ്പെഷ്യലി ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ആനുവലി ഓരോ എക്കണോമിയുടെയും പെർ ക്യാപിറ്റ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.3% വരും. സോ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് റിക്കവറിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് വാക്സിനേഷൻ തന്നെയാണ്. സോ സ്റ്റഡി ആയിട്ടൊരു എക്കണോമിക് റിക്കവറി വേണമെങ്കിൽ വാക്സിനേഷൻ ഡ്രൈവ് ഫാസ്റ്റർ ആക്കണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, ഓക്സിജൻ ഫോർ ഫിസ്ക്കൽ ഫെഡറലിസം. സോ ഈ ഒരു ആർട്ടിക്കിൾ വരാനുള്ള റീസൺ എന്താണ്? ഫസ്റ്റ്, ഫെഡറലിസം എന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സെൻറ്ററിനും സ്റ്റേറ്റിനും ഇടയിലുള്ള പവറിൻ്റെ ആ ഒരു ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫെഡറലിസം എന്ന് പറയുന്ന ടേമിലേക്ക് ഫിസിക്കൽ എന്ന് പറയുന്ന ടേം വരുമ്പോഴേക്കും മണി മാറ്ററാണ് അവിടെ ഇൻവോൾവ് ആവുന്നത്. സോ ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുമ്പോൾ മണി മാറ്ററുമായിട്ടുള്ള ഫെഡറലിസം അപ്രോച്ചാണ്. സോ റീസെൻ്റ് ആയിട്ട് മണി മാറ്ററുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നതാണ് GST എന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ ഈ ഒരു GSTയുടെ പ്രത്യേകത എന്താണ്? വൺ നേഷൻ വൺ ടാക്സ് സ്കീമാണ് അല്ലേ. രാജ്യത്തെല്ലാം ഒറ്റയൊരു ടാക്സ് സിസ്റ്റം വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റിന് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫാൾ ഉണ്ടാവുകയാണെങ്കിൽ
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ സ്റ്റേറ്റിനും 14% ഗ്രോത്ത് റേറ്റ് എൻഷുർ ചെയ്യാമെന്ന് സെൻട്രൽ ഗവൺമെൻറ് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ GST കോമ്പൻസേഷൻ ആക്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഫിസ്ക്കൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് GST ഉണ്ട്. സെക്കൻഡ് എന്ന് പറയുമ്പം ഫൈനാൻസ് കമ്മീഷനാണ്. സോ 15ാമത്തെ ഫൈനാൻസ് കമ്മീഷനായിരുന്നു ഈ ഒരു വർഷം ഉണ്ടായിരുന്നത്. സോ 15ാമത്തെ ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് കയ്യിലുള്ള ടോട്ടൽ റവന്യൂവിൽ നിന്ന് 41% സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ബാക്കി വെച്ചിരുന്നത്. സോ ഈ ഒരു ടോട്ടൽ റവന്യൂവിൽ നിന്ന് 41% എല്ലാ സ്റ്റേറ്റുകൾക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ എന്തുകൊണ്ടാണ് 41% വന്നത്? 14ാമത്തെ ഫൈനാൻസ് കമ്മീഷൻ 42% കൊണ്ടുവന്നിരുന്നത്. എന്നാൽ 1% ഈ വർഷം കുറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നു. ഈ ആക്ട് പ്രകാരം നമുക്ക് 2 യൂണിയൻ ടെറിട്ടറി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും. സോ പുതിയൊരു യൂണിയൻ ടെറിട്ടറിയും കൂടി വന്നതുകൊണ്ട് ആ ഒരു റവന്യൂ ഷെയറിങ്ങിന് വേണ്ടിയാണ് 1% റെഡ്യൂസ് ചെയ്തത്. സോ 15 ഫൈനാൻസ് കമ്മീഷൻ 41% എന്ത് ചെയ്തത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിട്ട് മാറ്റിവെച്ചിരുന്നത്. പാൻഡമിക് വന്നതോടുകൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും റവന്യൂ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ഈ ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. സോ സ്റ്റേറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ കേസുകളാണെങ്കിൽ കൂടി വരികയാണ്, സ്റ്റേറ്റിൻ്റെ ബർഡനും കൂടുകയാണ്. കാരണം എന്താണ്? ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്, പക്ഷേ ഇവരുടെ റവന്യൂ വളരെ കുറവാണ്. സോ ഈ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫിസ്ക്കൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ആർട്ടിക്കിൾ വന്നത്. സോ സിംപ്ലി ഫിസ്ക്കൽ ഫെഡറലിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റവന്യൂവിൻ്റെ ആ ഒരു സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയിലുള്ള ആ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഷെയറിംഗ് ആണ്. ഇനി ഫെഡറലിസവുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഫെഡറലിസം ഉണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിങ് ടുഗദർ ഫെഡറലിസം. ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസമാണ്. അതായത് നമ്മുടെ ആ ഒരു എൻ്റയർ രാജ്യത്ത് ഇത്രയും ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ തന്നെയും എല്ലാ സ്റ്റേറ്റും സെൻറ്ററും അതിൻ്റേതായിട്ടുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പവേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഡൈവേഴ്സിറ്റി എല്ലാം തന്നെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സെൻട്രും സ്റ്റേറ്റിനും ഇടയിൽ പവേഴ്സ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഫെഡറലിസം ഫോളോ ചെയ്യുന്നത് ഇന്ത്യ കൂടാതെ സ്പെയിനുണ്ട്, ബെൽജിയം ഉണ്ട്. ഇനി കമ്മിങ് ടുഗദർ ഫെഡറലിസം എന്ന് പറയുമ്പം അമേരിക്കയിലൊക്കെയുള്ള ഫെഡറലിസം. അതായത് അമേരിക്ക നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണുള്ളത്. ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടി വന്നിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു ലാർജ് യൂണിറ്റ് ആയിട്ട് മാറുകയാണ്. സോ ഇവിടെ ഈ സ്റ്റേറ്റിന് സ്വന്തമായിട്ട് ഓട്ടോണമി ഉണ്ട്. സോ ഇതിനെയാണ് കമ്മിങ് ടുഗദർ ഫെഡറലിസം എന്ന് പറയുന്നത്. നമ്മുടെ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ഗവൺമെൻറ് പോളിറ്റി ആണുള്ളത്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റുമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുമുണ്ട്. ഒപ്പം തന്നെ ഇവർക്കിടയിൽ ഡിവിഷൻ ഓഫ് പവേഴ്സുമുണ്ട്. ഇനി സ്കെഡ്യൂൾ 7 പ്രകാരം ഓരോ ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. സോ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ജൂറിസ്ഡിക്ഷനും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്യാമറലിസം ഉണ്ട്. അതായത് അപ്പർ ഹൗസും ഉണ്ട്, നമുക്ക് ലോവർ ഹൗസും ഉണ്ട്. പിന്നീട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആർട്ടിക്കിൾ 368 പ്രകാരം നമുക്ക് അമെൻമെൻറ്റ്സ് നടത്താവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയും ഉണ്ട്. ഇതാണ് നമ്മുടെ ഫെഡറലിസത്തിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ജാപ്പനീസ് എഡ്യൂക്കേഷൻ സ്പെൽസ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. സോ ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് COVID-19 ഈ ഒരു സിറ്റുവേഷനിൽ ജപ്പാനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം. സോ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്നത്. സോ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് വരുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഈൽഡ്സ് ഉണ്ട്. അതായത് എഡ്യൂക്കേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് ലഭിക്കുന്ന റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് റിട്ടേൺസുമുണ്ട്, സോഷ്യൽ റിട്ടേൺസുമുണ്ട്. പ്രൈവറ്റ് റിട്ടേൺസ് എന്ന് പറയുമ്പം ഇപ്പം എനിക്കൊരു നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടുമില്ലേ, നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഹൈ സാലറി കിട്ടും. സോ എത്രത്തോളം എൻ്റെ ആ ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നോ അത്രത്തോളം എൻ്റെ സാലറീസും ഇമ്പ്രൂവ് ആവും. സോ പ്രൈവറ്റ് റിട്ടേൺസ് എന്ന് പറയുമ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ വേജസ്. സോ എൻ്റെ സാലറിയെ ബേസ് ചെയ്തിട്ടാണ് പ്രൈവറ്റ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ റിട്ടേൺസും ലഭിക്കും.
സോഷ്യൽ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി തന്നെയാണ് പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോ എലമെൻ്ററി ലെവൽ തൊട്ട് തന്നെ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറ്റൈൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ആണെങ്കിൽ വ്യക്തമായിട്ടൊരു ക്യൂ പാലിക്കും, ഇല്ലേ? നമ്മളെ ഹാൻഡ്സ് വാഷ് ചെയ്യും, നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യും. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ നമുക്ക് കാണാൻ പറ്റും. അതായത് സോഷ്യൽ വാല്യൂസ് ആണ് സോഷ്യൽ റിട്ടേൺസിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടുന്നത്. സോ എഡ്യൂക്കേഷനിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം അവിടെ നിന്ന് കിട്ടുന്ന 2 ഈൽഡ്സ് ആണ് പ്രൈവറ്റ് റിട്ടേൺസും സോഷ്യൽ റിട്ടേൺസ് എന്നും പറയുന്നത്. സോ എഡ്യൂക്കേഷന് ഒരു ഇൻഡിവിജ്വലിനെയും സൊസൈറ്റിയുടെയും ആ ഒരു കേപ്പബിലിറ്റി എക്സ്പാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു കൊറോണ വൈറസ് വന്നതോടുകൂടി നമ്മുടെ സ്കൂൾസിന് എത്രത്തോളം ഈ കേപ്പബിലിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റീവാലുവേഷൻ നമുക്ക് നടത്താൻ പറ്റിയില്ലേ? വളരെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ജപ്പാനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലെസൺസ് ലേൺ ചെയ്യാം? 2011 ജപ്പാനിൽ സുനാമി ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിലും ഇതുപോലൊരു സ്ട്രഗ്ലിംഗ് പീരീഡാണില്ലേ, എല്ലായിടത്തും ക്രൈസിസ് ഉണ്ടായി. എന്നാൽ ആ ഒരു ടൈമിൽ ഇപ്പം റേഷൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമാണെങ്കിലും മാസീവായിട്ടുള്ള ഡിവാസ്റ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ലോക്കൽസ് വളരെ പേഷ്യൻ്റോട് കൂടി ക്യൂ പാലിച്ചായിരുന്നു റേഷൻസ് വാങ്ങിയിരുന്നത്. ക്യൂ പാലിക്കുക എന്നുള്ളതൊരു സോഷ്യൽ വാല്യൂ വരുന്നൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ വാല്യൂസ് ആ ഒരു സൊസൈറ്റിയിലേക്ക് വരണമെങ്കിൽ എത്രത്തോളം അവരെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം തന്നെ കൊറോണ വൈറസ് വരുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ പാൻഡമിക് ടൈമിലാണെങ്കിൽ തന്നെയും ജപ്പാനിലെ സ്കൂൾസ് ആണെങ്കിലും പബ്ലിക് പ്ലേസസ് ആണെങ്കിലും ത്രൂ ഔട്ട് ആ ഒരു പാൻഡമിക് ടൈമിൽ ഓപ്പൺ ആയിരുന്നു. എന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണാത്തതും ഈ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റിൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് പൊസിഷനിലാണ് ജാപ്പനീസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത്. ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും അവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഐഡിയയുടെ പേരാണ് ചി തോക്കു തായ് എന്ന് പറയുന്നത്. ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു അക്കാഡമിക് എബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തോക്കു എന്ന് പറഞ്ഞ ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ടുള്ളൊരു ഡിസിപ്ലിൻ, ഒപ്പം തന്നെ കോപ്പറേഷൻ എബിലിറ്റീസ്, മൈൻഡ്ഫുൾനെസ്, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് കുട്ടികൾക്കിടയിലേക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ്, തായ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ളത് മെൻ്റലായിട്ടുള്ള വെൽബീയിങ്ങിന് വേണ്ടുന്ന പാരാമീറ്റേഴ്സ് കുട്ടികൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചി തോക്കു തായ് ആണ്. നോർമലി മിക്ക രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള എക്സാം ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. റോഡ് മെമ്മറൈസേഷൻ ബേസ്ഡ് അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം ബേസ്ഡ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കിടയിലാണെങ്കിലും ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനാണെങ്കിലും കമ്മ്യൂണിറ്റിയിലേക്ക് ഇത്തരത്തിലുള്ള കേപ്പബിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്നത്. 1970 വരെ ജപ്പാനിലും ഈ ഒരു എക്സ്ട്രീം എക്സാം ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരുന്നു. 1970 ശേഷമാണ് ജപ്പാൻ ഈ ഒരു അപ്രോച്ചിൽ നിന്ന് ചി തോക്കു തായ് അപ്രോച്ചിലേക്ക് വന്നത്. സോ ഈ ഒരു ചി തോക്കു തായ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എലിമെൻ്ററി എഡ്യൂക്കേഷനിലാണ്. എലിമെൻ്ററി എഡ്യൂക്കേഷനിലെ സിലബസിൽ ഒരുപാട് സബ്ജക്റ്റുകൾ അവർ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. അതായത് മോറൽ എഡ്യൂക്കേഷൻ, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ്, സ്പെഷ്യൽ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഇൻഡക്റ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള അപ്രോച്ചിലൂടെ കുട്ടികൾക്കിടയിലേക്ക് പ്രകൃതിയുടെ ആ ഒരു ഭംഗി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള നോളജും, ഒപ്പം തന്നെ ജസ്റ്റിസിനെ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു പവറും, ലൈഫ് ആൻഡ് ലേബറിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ആ ഒരു വാല്യൂവും ഡെവലപ്പ് ചെയ്യും. സോ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ് ഈ ഒരു സ്കൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഈ ഒരു ഹോളിഡേയ്സിൽ, സമ്മർ ഹോളിഡേയ്സിലും സൺഡേയ്സിലുമൊക്കെ പ്രോജക്ട്സ് കൊടുക്കും. ഈ പ്രോജക്ട്സ് എല്ലാം തന്നെ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആയിരിക്കും. നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്സർവേഷൻസ്, ക്രിക്കറ്റ്സ്, സ്കെച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇവിടെ പ്രോജക്റ്റിൻ്റെ ബേസിസിലായിരിക്കും ഈ കുട്ടികളുടെ ക്യാരക്ടറും ടീച്ചേഴ്സ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സ്കൂൾസിൽ തന്നെയാണെങ്കിലും ഫ്രീ ടൈമിൽ ക്ലാസ് റൂംസ് ക്ലീൻ ചെയ്യുക, സ്കൂൾ ലഞ്ച് സെർവ് ചെയ്യുക, അവിടെയുള്ള പ്ലാന്റ്സിനെയും ട്രീസിനെയും ഒക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചെറുതായിട്ടൊരു കാര്യങ്ങൾ വന്നാൽ തന്നെ, അതായത് ഇപ്പോൾ ഒരു
റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഡ്രൈവർ കാർ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുവാണെങ്കിൽ ആ ഡ്രൈവറിനോട് എന്ത് ചെയ്യുക, അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സൈൻ കാണിക്കാനായിട്ട് ഹെഡ് ബോ ചെയ്യണം, താങ്ക് യു പറയണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുട്ടികളിലേക്ക് വളർത്തിക്കൊണ്ടുവരും. സോ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പം എന്ത് സൊല്യൂഷനാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സ്പെരിമെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ലേണിങ്ങും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങുമാണ് നമ്മുടെ കുട്ടികളിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് കുട്ടികൾ എന്ത് ചെയ്യണം, സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിൽ ഇതിനുള്ള സൊല്യൂഷൻസ് തിങ്ക് ചെയ്യാനുള്ള പ്രോജക്ട്സുകൾ അല്ലെങ്കിൽ ആ ഒരു അവസരം കുട്ടികളിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിൽ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അതിന് വേണ്ടുന്ന ആ ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ അവരുടേതായിട്ടുള്ള റിസർച്ചിലൂടെയാണ് ഇത്തരത്തിലുള്ള മാപ്പുകളും ഐഡിയാസും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, പൊല്യൂഷനായിട്ടായിരിക്കാം, വേസ്റ്റ് ഡിസ്പോസലായിരിക്കാം. സോ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുത്താൽ മാത്രമേ കുട്ടികൾക്കിടയിലേക്ക് സോഷ്യൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അക്കാഡമിക് ലെവലിൽ മാത്രം കുട്ടികൾ പോവുകയാണെങ്കിൽ അവർ സൊസൈറ്റിയിലേക്ക് വരുമ്പം ആ ഒരു ഇൻഡിവിജ്വലിന് ഈ സോഷ്യൽ വാല്യൂസ് ഒന്നും ആ ഒരു സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റാതെ വരും. സോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് കൊണ്ടുവരേണ്ട ആ ഒരു സോഷ്യൽ വാല്യൂസും എബിലിറ്റിയും എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ജപ്പാനിലെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കൊരു റിമൈൻഡറാണ്. നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിൽ 2 റിപ്പീറ്റഡ് ആർട്ടിക്കിളുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് കോർപ്പറേറ്റ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. നമ്മളത് ജൂലൈ 23 ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നെക്സ്റ്റ് പേജിൽ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുണ്ട്. ജൂലൈ 12 നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 2 ആർട്ടിക്കിളും റെഫർ ചെയ്തിട്ട് ഈ ഒരു എഡിറ്റോറിയൽ പേജ് വായിച്ചു നോക്കാം.